എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. മരണം വിവാദമാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന് എം ലോറൻസിന്റെ മകൻ എം സജീവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആശാ ലോറൻസിനെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രചാരണം ഇപ്പോഴും നടത്തുകയാണ്. ആശാ ലോറൻസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമെല്ലാം ചിലരുടെ ഇടപെടൽ ഉണ്ട് എന്നും സജീവൻ പറയുന്നു. ആശയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും സജീവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം ലോറൻസിന്റെ പൊതുദർശന സമയത്ത് ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അത് കോടതി വരെ എത്തുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു. വലിയ രീതിയിലുള്ളൊരു ചർച്ചയാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നടക്കുന്നത്. കൂടുതൽ പ്രതികരണത്തിനായി എം ലോറൻസിന്റെ മകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം. ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രേരിതം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അത് ആ ഒരു സംഭവം മാത്രമായിട്ടല്ല നോക്കേണ്ടത്. അതിന് പിന്നിലേക്ക് നടന്നുള്ള പല കാര്യങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ അത്തരം ഒരു നീക്കം ഇല്ലേ എന്ന് ആർക്കും സംശയിക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. ഈ എന്റെ സഹോദരി കുടുംബമായിട്ട് ചെറുതായിട്ടല്ല, ഇടഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ്. അവളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പലരോട്ടും വഴക്കമുണ്ടാക്കുന്നുണ്ട്. അപ്പച്ചനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അപ്പച്ചൻ അവരോട് കാര്യമായിരുന്നു. മരിക്കുന്നവരങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ പലപ്പോഴും ഇവളുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്, ഈ സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സ് വായിക്കുമ്പോൾ വെറുതെ ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ള വാക്കുകൾ, വാചകങ്ങൾ, അതിന്റെ കണ്ടന്റ്, അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ, അതെല്ലാം നോക്കുമ്പോൾ അത് പിൻ പോയിന്റ് ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. ആന്റി ലെഫ്റ്റ് ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് അവളുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പീരിയൻസ് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സ് അല്ല അതിൽ ചില വേർഡ്സെങ്കിലും വന്നിരിക്കുന്നു. അപ്പോൾ ചില വേർഡ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ വീട്ടിൽ അപ്പച്ചനെ അപ്പച്ചാന്ന് വിളിക്കുക, അപ്പാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പച്ചന്റെ ഫാദറിനെ വിളിച്ചിരുന്നത് അപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ മക്കൾ വിളിക്കുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. പലരും പല തരത്തിൽ വിളിക്കും. എന്റെ വളരെ അടുത്ത സുഹൃത്ത് അച്ഛനെ നീന്ന് അഡ്രസ് ചെയ്യുന്ന കേട്ടത്. തമിഴ് ബ്രാഹ്മണാണ്. നീന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് തൊട്ട് നെയ്ബറാണ്. നീന്നൊരു അച്ഛനെ മകനെ അഡ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഞെട്ടും. ഇതിപ്പോ കിട്ടും അടി എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അക്സെപ്റ്റഡ് ആണ്. അവിടെ അതൊരു ചീത്ത വേർഡ്, ബഹുമാനക്കുറവോ അല്ല, നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് നീന്ന്. ഇക്കാര്യത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. കിടപ്പിലായിരുന്നപ്പോൾ എം ലോറൻസ് പറഞ്ഞത് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്നാണ്. ഇതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. കുടുംബാംഗങ്ങൾ ആദ്യം ഇത് അംഗീകരിച്ചതുമാണ്. ഊഹാപോഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ മുൻകൈയെടുത്ത് അവിടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ CITUവും പാർട്ടിയും CPIMും CITUവും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാവ് ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു മകള് പ്രകടിപ്പിച്ചു. അത് അത്ര ഗൌരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല. കോടതിയുടെ മുമ്പാകെ അവർ പോയി. കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനോട് അവർക്ക് പറയാനുള്ളത് കേട്ട് തീരുമാനമെടുക്കാനാണ്, അവരുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സഖാവ് ലോറൻസിന്റെ ഭൌതിക ശരീരം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കം അദ്ദേഹത്തിന്റെ മകള് ഒരു കുടുംബ പ്രശ്നമായതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അത് സംബന്ധിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ടതല്ല. ചില ചാനലുകളെല്ലാം അത് ഒരു വലിയ പ്രശ്നമായിട്ട് നല്ല ചർച്ച ചെയ്തു.
യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. അതാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തിൽ ആശാ ലോറൻസ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും മെഡിക്കൽ സൂപ്രണ്ടിനോട് ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. ഇന്ന് മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാകുവാനാണ് സാധ്യത.